നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കുകൂടും, പിണങ്ങും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി. നമ്മൾ മനസ്സിലാക്കേണ്ടതാ. പക്ഷെ പെണ്ണിനെ മനസ്സിലാക്കിയ വിഷയം തീർന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുക. യുദ്ധം കഴിഞ്ഞിട്ടാ വരണേ. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭാര്യ ആരോടാ? നമ്മുടെ പെണ്ണും പിള്ള എങ്ങാണ് അങ്ങനെ ചോദിച്ച പടച്ചവനെ, നമ്മളെന്താ എവിടെങ്കിലും പോയി വെയിലും കൊണ്ടിട്ട് ഉച്ചയ്ക്ക് തളർന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ വീടിന്റെ വാതിലിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, ആരോടാ സ്നേഹം എന്ന് ചോദിച്ചാ നമ്മൾ പറയണ മറുപടി നമുക്ക് തന്നെ അറിയാം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ആയിഷ ബീവി ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നോടാ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം നിന്നെയാ. അകത്തേക്ക് കയറി പിന്നെയും പിടിച്ചു. രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നിന്റെ വാപ്പാനോട്. നിന്റെ വാപ്പാനോട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ആയിഷ ബീവി. ഇതാ പെണ്ണ്. അവക്കൊരിക്കലും നിന്റെ വാപ്പായും നിന്റെ ഉമ്മായും പറ്റൂല. ഓളുടെ വാപ്പ ഉമ്മ തന്നെ, അതന്നെ ഓളെ വാപ്പ നിന്റെ ഉപ്പ നല്ല മനുഷ്യനാ, നിന്റെ വീട്ടിൽ കല്യാണത്തിന് പോകണം, ഒന്ന് പൊക്കിയാ മതി, തീർന്ന വിഷയം. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം പ്രശ്നം. എത്ര വൈരാഗ്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും വഴക്കുകൂടി പിണങ്ങി. മിണ്ടുന്നില്ല രണ്ടുപേരും മിണ്ടുന്നില്ല. ആ സമയത്ത് മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അബൂബക്കർ തങ്ങൾ കടന്നു വന്നു. അപ്പൊ മുത്തുനബി പറഞ്ഞു, ആയിഷ ആദ്യം നീ പറ, എന്താ നിന്റെ പരാതി, നീ പറ. നമ്മൾ അങ്ങനല്ല, നമ്മൾ പറയും, നീ കേൾക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് പറയാൻ അവകാശമില്ല, ആണിന്റെ വീട്ടുകാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നീ പരാതിയം. മുത്തുനബി മിണ്ടാതെ ഇരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു വാക്ക് പറഞ്ഞു. നബിയോട് പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഹിച്ചില്ല, എഴുന്നേറ്റിട്ട് കൊടുത്തു പടലിക്കുന്നു. അള്ളാന്റെ റസൂലിനെ എന്തോ ഒന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ അബൂബക്കർ തങ്ങൾ വാപ്പയാ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മധ്യസ്ഥ പറയാൻ വന്ന വാപ്പായി തല്ലി. ആയിഷ ബീവി കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര ഭാര്യ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ, ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, മധ്യസ്ഥ പറയാൻ വന്ന മധ്യസ്ഥ പറയണം, എന്റെ ഭാര്യയല്ല ആരാ പറഞ്ഞത്. തീർന്നു. മധ്യസ്ഥ പറയാമെന്ന എന്റെ ഭാര്യയല്ല ആര് പറഞ്ഞു? അബൂബക്കർ തങ്ങൾ പെട്ടുപോയി. ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം, എന്റെ സഹോദര, സ്നേഹബന്ധം ഉണ്ടാകണം. ഭാര്യ കരഞ്ഞ തീരണം നമ്മുടെ പ്രശ്നങ്ങൾ. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കരുത്. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ബദർ യുദ്ധത്തിന് വരണ്ട, പോയി ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. ഇന്ന് വരെ പെണ്ണുമ്പിള്ള ഉണ്ടാക്കുന്നത് തിന്നുന്നതല്ലാതെ അടുക്കളയിൽ പോയിട്ട് ആ പാവത്തിന്റെ കൂടെ നിന്നൊരു പാത്രമെങ്കിലും നമ്മൾ കഴുകി കൊടുത്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും, പാത്രം കഴുകും. നമ്മളോ അതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നാണക്കേടല്ലേ? എടാ, ഒരിക്കലെങ്കിലും ഭാര്യയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കണം. ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യണം. ഭാര്യ ആരാണെന്ന് അറിയണമെങ്കിൽ അവൾ ഇല്ലാതിരിക്കണം. അപ്പോഴവല്ല, ഉള്ളപ്പം വിലയറിയില്ല. നിനക്കും നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ കൂടപ്പുറപ്പിനും വെച്ച് വിളമ്പി തരണം. വസ്ത്രം കഴുകണം, വീട് നോക്കണം, സർവ്വതും നോക്കണം. എന്നിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിനക്ക് ഇവിടെ എന്ത് ജോലിയാണ്, നീ ഇവിടെ എന്ത് ജോലിയാ? ഒരു ദിവസം അവൾ മരിക്കണം, അന്നറിയാം അവളുടെ ജോലി എന്തായിരുന്നു എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉസ്മാന് തങ്ങളുടെ ഭാര്യ മരിച്ചു. ഉസ്മാന് തങ്ങളുടെ ഭാര്യ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഇനി ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും. നമ്മൾ അങ്ങനല്ല. നമ്മളെന്ത് പറയും? ഒരു ഭാര്യ മരിച്ചു, രണ്ടാമത്തത് മരിച്ചാ പറയും പെണ്ണ് വാഴൂല. നമ്മൾ പറയും എന്നെ കെട്ടിച്ചു കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി ഒരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും ഉസ്മാനെ. കാരണം ഉസ്മാന് തങ്ങൾ അത്രയ്ക്കും യോഗ്യനായ സഹാബിയ. ഉസ്മാന് തങ്ങൾ അത്രയ്ക്കും യോഗ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമയെന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ ആ പ്രവാചകന്മാരുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തെ ഒരേ ഒരു മനുഷ്യനെ ഉള്ളൂ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു തആല അൻഹു അജ്മനെ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹനെ വല്ലാത്ത പേടിയാ, അല്ലാഹനെ വല്ലാത്ത പേടിയാ, പാപം ചെയ്യാൻ വല്ലാത്ത പേടിയായിരുന്നു ഉസ്മാൻ തങ്ങൾക്ക്. പടച്ചവനെ വല്ലാത്ത പേടിയായിരുന്നു. അതറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ഖബർ കണ്ട ഉസ്മാൻ തങ്ങൾ കരയുമായിരുന്നു. ഉസ്മാൻ തങ്ങൾ കരയുമായിരുന്നു. ഖബർ കാണുമ്പോ വല്ലാതെ കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, ഉസ്മാൻ തങ്ങള് നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പടച്ചവനെ മഹ്ശറയെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് നരകത്തെ കുറിച്ച് പറയുമ്പോ, എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കാണുമ്പോ വല്ലാതെ കരയുന്നല്ലോ? എന്തുകൊണ്ടാണ് തങ്ങള്, എന്തുകൊണ്ടാണ് തങ്ങള്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഖബറിനെ കുറിച്ച് വഅദ് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ, കൈകാലുകൾ വിറയ്ക്കണം, നിന്റെ കണ്ണ് നിറയണം. ഖബർ കണ്ടാ കരയണം ചെറുപ്പക്കാരാ, ഖബർ കണ്ടാ കരയണമടാ. അതുകൊണ്ടാണ് തടവ ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. കരയണമടാ ചെറുപ്പക്കാരാ, ഖബർ കണ്ടാ കരയണമടോ. ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തിനാ ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നല്ലോ? ഖബർ കാണുമ്പോ താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്നല്ലോ. അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, എന്തേ ചിന്തിക്കാത്തത്? അപ്പമാരോട് ചെറുപ്പക്കാരോട് മക്കളോട് ചോദിക്കുന്നു, എന്തേ ഖബറിനെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഈ വഅദ് പറയുന്ന ഞാനുണ്ടല്ലോ, ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ മാതാപിതാക്കളുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്. പടച്ചവനെ, നാളെ മഹ്ശറയിലേക്ക് കടന്നു പോകുമ്പോ അവിടെയും എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമല്ലോ. സ്വർഗത്തിലാണെങ്കിലും ആളുണ്ടല്ലോ, നരകത്തിലാണെങ്കിലും ആളുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഇന്ന് വഴുത കടിഞ്ഞിട്ട് വീട്ടിൽ കടന്നു ചെന്നിട്ട് റൂം അടച്ചിട്ട് ലൈറ്റ് അണച്ചിട്ട് ഫാൻ അണച്ചിട്ട് ഒറ്റയ്ക്ക് ബെഡ്റൂമിന്റെ അകത്ത് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോടാ ചെറുപ്പക്കാരാ? പേടിയാടാ മോനെ, ഉപ്പാ പേടിയാ ഉപ്പാ. ഇവിടത്തെ പള്ളിപ്പറമ്പില് പിന്നെ ഒരു ദിവസം ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് കിടത്തുമല്ലോ. 6 അടി മണ്ണിനകത്ത് നിന്നെ ഇറക്കി കിടത്തിയിട്ട് പലകയെടുത്ത് നിരത്തുമല്ലോ, മണ്ണിട്ട് മൂടുമല്ലോ, ചെടി നട്ട് സലാം പറഞ്ഞ് പിരിയുമല്ലോ. എന്തേ ചിന്തിക്കാത്തത്? ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണ്ടേ? മഹ്ശറയുടെ ദിവസം വരെ കിടക്കണ്ടേ ബാപ്പാ? അതുകൊണ്ടാ ഖബർ കാണുമ്പോ ഞാൻ കരയുന്നത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
അവിടെ രക്ഷപ്പെട്ട ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. അവിടെ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. അതുകൊണ്ടാണ് ഖബർ കാണുമ്പോ ഞാൻ കരയുന്നതെന്ന് ഉസ്മാൻ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ അല്ലാഹുവിനെ പേടിയുണ്ടോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് വാഴ കേൾക്കാൻ ഇന്ന് ഇത്രയും പേര് കടന്നു വന്നല്ലോ. പക്ഷേ സുബഹിക്ക് ഇത്ര ആളില്ല, ഇത്ര ആളില്ല. എന്തുകൊണ്ട് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ ആള് വരുന്നില്ലല്ലോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങനെയാടാ കള്ളു കുടിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് കഞ്ചാവടിക്കാൻ കഴിയുന്നത്? എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കാത്ത വിഭാഗമാണ്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് നന്നാകണമോടാ? നിന്റെ കഞ്ചാവടി മാറണോ? മയക്കുമരുന്ന് ഉപയോഗം മാറണോ? നിന്റെ സർവ്വ ദുസ്വഭാവങ്ങളും മാറണോ? 1 രൂപയുടെ ചെലവില്ലടാ ചെറുപ്പക്കാരാ. ഒരു ഡോക്ടറെയും നീ കാണാ പോകണ്ട. നിനക്ക് നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് മഹാനായ സ്വഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അവിടുന്ന് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ നാവണം നബിയേ, നാഗണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അവിടുന്ന് സ്വഹാബി വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. നബി അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? പള്ളിപ്പറമ്പിലെ ഖബർസാനിലേക്ക് പോകാനാ. നിന്റെ മയക്കുമരുന്ന് ഉപയോഗം മാറണോ? നിന്റെ സർവ്വ ദുസ്വഭാവങ്ങളും മാറണോ? ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നാളെ 10 മണിക്കൊന്ന് പോകടാ. എന്നെ പോലെ ഈ നാടിനെ വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് പേര് ഈ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കിടക്കുന്നുണ്ടടാ ചെറുപ്പക്കാരാ. അവനൊന്നും പറയാനില്ലേ? അവന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയുമോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ മറക്കല്ലേ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, കച്ചവടം നടത്തുന്നവരെ പോരച്ചവനെ പലിശ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പലിശ വാങ്ങുന്നവരില്ലോ, പലിശ കൊടുക്കുന്നവരില്ലോ. പെട്ടെന്ന് പണക്കാരനാകാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വാപ്പയുടെ പോക്കറ്റിലും ലോട്ടറിയാ. വാങ്ങാൻ പാടില്ലാത്ത കാര്യമല്ലോ, ഹറാമല്ലേ വാപ്പാ, ഹറാമല്ലേ വാപ്പാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് പറയുന്ന പെങ്ങള്, പൊന്നുമോളെ ഹറാമ തിന്നല്ലേ, ഹറാമിനെ കൂട്ടി നിൽക്കല്ലേ. ഭർത്താവിന്റെ ദുസ്വഭാവങ്ങളെ മാറ്റേണ്ടത് നീയാ. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വെടിഞ്ഞു മാറൂ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ മെസ്സേജ് എഴുതാനും ചിത്രങ്ങൾ അയക്കുവാനും പഠിച്ചവരെ വീഡിയോ കോൾ വിളിക്കുവാനും നിന്റെ വീടിനകത്ത് വിളിച്ച് കയറ്റിയിട്ട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാറ് ഒരുപാട് ആണും പെണ്ണുമുണ്ട് മുസ്ലിമേ. അല്ലാഹുവിനെ മറക്കല്ലോ, അല്ലാഹുവിനെ മറക്കല്ലോ. ഇതാ ചെറുപ്പക്കാരാ, അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ.
നിസ്കരിച്ചവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു സ്വർഗമാ, എല്ലാവർക്കും ഒരേ ഒരു സ്വർഗമാ. പക്ഷേ അല്ലാഹു പറയുന്ന ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആർക്കെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ, ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. നിങ്ങളൊരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ 5 പക്കത്തും വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഉമർ തങ്ങൾക്ക് പോലും അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വരുന്ന വഴിയിലൊരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന് ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു. പക്ഷേ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു, പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ സുന്ദരിയായ പെണ്ണ് വന്ന് വിളിച്ചു നിൽക്കുകയാ. എന്റെ പനമരത്തിന്റെ ചുവട്ടിൽ വിളിച്ചു നിന്നിട്ട് ചെറുപ്പക്കാര പള്ളിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ, അവിടുന്ന് ചുംബനം കൊടുക്കുകയാ. എന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് അവിടുന്ന് പറയുന്നു, ചെറുപ്പക്കാരാ, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് വല്ലാത്ത സ്നേഹമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മാറിടത്തിലേക്ക് തല പിടിച്ച് താഴ്ത്തിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോട് ആ പെണ്ണ് കിടന്നിട്ട് അവിടുന്ന് യാചിക്കുമ്പോ ചെറുപ്പക്കാരെ കരയുകയാ. അവിടുത്തെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തിനെന്നറിയോ? അല്ലാഹുവേ, വ്യഭിചരിച്ചല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് തൊട്ടല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. നിലവിളിച്ച് കരയുകയാ. ബോധം കെട്ട് താഴെ വീണു. പെണ്ണവിടെന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് ആരോ വഴിയാത്രക്കാര് അവിടെന്ന് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെന്ന് ബോധം തിരിച്ചു വന്നപ്പോ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. വാപ്പ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? വാപ്പാ, ദുനിയാവും ആഖിറവും പോയി വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി. ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ, എന്റെ ശരീരത്തിൽ തൊട്ടു വാപ്പാ, ഞാനിനി നരകത്തിലാണല്ലോ. വീടിനകത്ത് കിടന്ന് കരയുമ്പോ വാപ്പ പറഞ്ഞു കൊടുത്ത്, എന്റെ പൊന്നുമകനൊന്നും ചെയ്തില്ലല്ലോ, അവൾ ഇങ്ങോട്ട് വന്ന് പിടിച്ചതാണല്ലോ. എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്നവനാണല്ലോ. എന്റെ പൊന്നുമോൻ അല്ലാഹു നരകത്തിലിടൂല. എന്തു പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. വീടിന്റെ അകത്ത് കിടന്ന് ശ്വാസം ഇങ്ങനെ നിലയ്ക്കുന്ന രീതിയിൽ വീടിനകത്ത് കിടന്ന് കരയുമ്പോ അവിടെന്ന് പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് പോയിട്ട് മസല ചോദിക്ക്, ഞാൻ നരകത്തിന്റെ അവകാശിയാണോ, ഞാൻ തെറ്റുകാരനാണോ? വാപ്പ ഓടുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു. അവിടെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ നിരപരാധിയാ, അവൻ നിരപരാധിയാ. വാപ്പ തന്റെ മകനോട് പറയാൻ ഉമർ തങ്ങളുടെ ചാരത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, കരഞ്ഞു കരഞ്ഞു മരിച്ച
മരിച്ചു കിടക്കുന്ന മകനെ കാണുകയാ. തെറ്റ് ചെയ്തില്ലടാ ചെറുപ്പക്കാരാ, എന്നിട്ടും തെറ്റുകാരനായി പോയല്ലോ. എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് തൊട്ടല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് നെഞ്ചു പൊട്ടിയിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് മരിച്ചു പോവുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമാ ചെറുപ്പക്കാരാ, രണ്ട് സ്വർഗമാടാ. കള്ള് തന്നിട്ട് പറയും പൈസ വേണ്ട കുടിക്കടാ. ഇന്നി അഖാഫുല്ലാഹ്, പേടിയാ. കഞ്ചാവ് തന്നാലും മയക്കുമരുന്ന് തന്നാലും ഒരു പെണ്ണ് വിളിച്ചിട്ട് പറയുന്നു ആരുമില്ല, വാ നമുക്ക് സുഖിക്കാം. പേടിയാടി എനിക്ക് റബ്ബിനെ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. പറയാൻ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പെങ്ങളല്ലേ? സുലൈഖ ബീവിയുടെയും യൂസുഫ് നബിയുടെയും കഥ കേൾക്കുന്നവരല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് സുലൈഖ ബീവി റളിയല്ലാഹു തആല യൂസുഫ് നബിയെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ യൂസുഫേ. എന്തൊരു സൗന്ദര്യമാടാ യൂസുഫേ, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാടാ യൂസുഫേ. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി ഇവിടെ നിന്ന് പറയുമ്പോ യൂസുഫ് നബി പറഞ്ഞത് സുലൈഖ, പേടിയാ സുലൈഖ, എനിക്കെന്റെ റബ്ബിനെ വല്ലാത്ത പേടിയാ സുലൈഖ. ചരിത്രം പഠിച്ചവരല്ലേ? കൊല്ലങ്ങൾ കഴിഞ്ഞു യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. പഠിക്കണം പെങ്ങളെ, ലവ് സ്റ്റോറി കേൾക്കുന്നത് പോലെ കേട്ടാ മാത്രം പോരാ. യൂസുഫ് നബിയുടെയും സുലൈഖ ബീവിയുടെയും കഥ പഠിക്കുമ്പോ അതിനൊരു അവസാനമുണ്ട് പെണ്ണേ. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ വിവാഹം കഴിച്ചു. പക്ഷേ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല സുലൈഖ. മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ, കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല. ആ സമയത്ത് യൂസുഫ് നബി ചോദിച്ചു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചു. അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ച് യാചിച്ചവളാ എന്നോട് എന്റെ മോഹം ഒന്ന് സാധിപ്പിച്ചു തരാൻ. ഇന്ന് അല്ലാഹു എന്നെ ഹലാലാക്കി, നീ എന്റെ ഭാര്യ. ഇന്ന് നമുക്ക് എന്തും ചെയ്യാം, ഇന്ന് നമുക്ക് എന്തും ചെയ്യാം. എന്തുകൊണ്ടാ നീ എന്നോട് സഹകരിക്കാത്ത? എന്തുകൊണ്ടാ സുലൈഖ? നിനക്ക് എന്ത് പറ്റി സുലൈഖ? സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. നിന്നോടുള്ള പ്രണയമായിരുന്നു. എനിക്ക് നീയായിരുന്നു വലുത്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കേറി പിടിച്ചേ. പക്ഷേ യൂസുഫേ, ഇന്ന് എന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല, അല്ലാഹ്.